ഇങ്ങനൊരു ചടങ്ങിനെക്കുറിച്ച് ഹൈബി സാറ് വിളിച്ചപ്പം ഇതിന് മുന്നേ പല ഇങ്ങനത്തെ സർവീസസ് നാച്ചുറലി എറണാകുളത്തെ ജനതയ്ക്ക് ഉപകാരപ്പെടുന്ന ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുമുണ്ട്, ചെറുതൊക്കെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് എവിഡൻ്റായിട്ട് കേൾവി ശക്തി ഉള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. അപ്പം അത് ഇല്ലാത്തവർക്കായിരിക്കുമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്. ഇത് വലിയൊരു സംഭവമാക്കി മാറ്റാതെ കൃത്യമായിട്ട് ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിലോട്ടൊന്ന് ചുമ്മാ ഒന്ന് വരാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളത് വളരെ കാഷ്വലി, അല്ലാതെ ഭയങ്കര ഒരു ഫോർമൽ ഫംഗ്ഷനോ അത് വിളിച്ചറിയിക്കുന്ന ചടങ്ങൊന്നുമല്ല. ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഉള്ളൊരു സപ്പോർട്ട്, ഇപ്പോൾ ഫെഡറൽ ബാങ്കും കൂടെ അതിൻ്റെ ഒരു CSR സപ്പോർട്ട് കൊടുത്തിട്ടും സൗഖ്യം എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ, അങ്ങനെ 1, 2, 3 പേരുടെ എല്ലാവരുടെയും കൂടെ സഹകരണത്തിലാണ് സംഭവിക്കുന്നത്. ഇത് ഇപ്പോൾ കിട്ടുന്ന ഈ 75 ഇതിൻ്റെ യൂസേഴ്സ്, ഈ ഡിവൈസ് യൂസേഴ്സിന് ഇത് ഗുണകരമായി മാറട്ടെ, അവരുടെ ജീവിതം മാറട്ടെ, നല്ല കാര്യങ്ങൾ കേൾക്കാൻ പറ്റട്ടെ. സിനിമയാണ് ഈ സമയത്തോ ഭയങ്കര അൺവാണ്ടഡ്. ഞാനിപ്പോൾ അമ്മയിലില്ല, FFKയിലോ പ്രൊഡ്യൂസേഴ്സോ ഒന്നുമില്ല, സിനിമയും ഇല്ല, ഇപ്പം അഭിനയിക്കുന്നില്ല. ഞാനിപ്പോൾ ആക്ച്വലി ആശങ്കപ്പെടുന്നത് നമ്മളുടെ ഗണ്യമായ സിനിമകളുടെ എണ്ണത്തിൻ്റെ കുറവാണ്. അതാണ് എൻ്റെ ആശങ്ക. കോവിഡ് അതിജീവിച്ച് നിന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത്, വളരെ കഷ്ടപ്പെട്ട് അതിജീവിച്ച് വന്ന് നിൽക്കുന്ന സമയത്ത് ഇതാണ് എൻ്റെ തൊഴിൽ, ഇതാണ് എൻ്റെ ആശങ്ക. സിനിമകളില്ലാത്തതാണ്, ബാക്കിയെല്ലാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസാണ്. ഇവിടുത്തെ പോലീസ്, നമ്മളെ ഭരിക്കുന്ന വ്യക്തികൾ ഇടപെടേണ്ടതാണ്. അജു വർഗീസ് ഡെഫിനറ്റ്ലി നമ്മളുടെ ന്യായമായ ലീഗൽ സിസ്റ്റത്തിൽ എതിരുള്ള എല്ലാത്തിനും ഞാനെതിരാണ്. ബിക്കോസ് അതിന് അതിൻ്റെതായ ഡീൽ ചെയ്യേണ്ട വ്യക്തികളുണ്ട്, അതാണ് ഉദ്ദേശം. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ഈ ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ക്യാമ്പയിനുകൾ തുടങ്ങിയാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ അഭിസംബോധന ചെയ്യും, അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ? എനിക്ക് പവർ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. എനിക്ക് പവർ ഉണ്ടോ? ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറി പറയുന്ന രീതിയിൽ ഞാൻ നടക്കാൻ തയ്യാറാവണം ആസ് എ പൗരൻ. ബാക്കി നിങ്ങൾ ചോദിച്ച ഉത്തരത്തെ കൃത്യമായ ഇത് പറയാനാണെങ്കിൽ എനിക്ക് അധികാരം തന്നാൽ പറയാം. അധികാരമുള്ള ആളുകൾ വേണ്ട നിലയ്ക്ക് ഇടപെടുന്നു താങ്കൾക്ക് തോന്നുന്നു? എല്ലാം എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ പറയാം, അധികാരം തന്നാൽ പറയാം. ഞാനിപ്പോൾ MP MLA അല്ലെങ്കിൽ മന്ത്രിയൊക്കെയാണ് ഞാൻ പറയാം. ഞാൻ തമാശകൾക്കിരിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് സിനിമയിലെ തന്നെ പവർ പൊസിഷനിലുള്ളവരോടായിരിക്കും. എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ നമ്മളുടെ ഓരോ ബോഡീസിനും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ അമ്മയാണെങ്കിലും FFK ആണെങ്കിലും ചേംബർ ആണെങ്കിലും ഒക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചും കൂടി ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സ് അല്ല, നമ്മൾക്കൊരു മിഡ് ലെവൽ ആക്ടേഴ്സാണ് ഇൻ ടേംസ് ഓഫ് പ്രൊഫൈൽ. ഞങ്ങളെ കുറച്ചും കൂടി ബാധിക്കുന്ന അതിജീവനവും ഉപജീവനവും ഒക്കെ വരുന്നത് സിനിമകൾ ചെയ്യാൻ കിട്ടാതിരിക്കുന്നതാണ്. അതിപ്പോൾ ഇന്നത്തെ ഒരു ക്രൈസിസ് ഹ്യൂജാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. തീർച്ചയായിട്ടും ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ ദി സൊസൈറ്റി. ഏത് ലഹരി അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഡിബേറ്റബിളാണ്. നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം. സോ എല്ലാ ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം. എനിക്കറിയില്ല, ഇത് കുറച്ചുകൂടി എനിക്കൊരു റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡി നടത്തണം. എന്തുകൊണ്ടാണ് ഇതിൻ്റെ യൂസ് കൂടുന്നത്? എനിക്ക് തോന്നുന്നൊരു കാര്യം, മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കൃത്യമായ അറ്റൻഷൻ കൊടുക്കാൻ ഇന്ന് സമയമില്ല, അല്ലേ? ഇപ്പോൾ ഞാൻ ഒരിക്കലും കുട്ടികളെ 18 വയസ്സ് താഴെ വരുന്ന കുട്ടികൾ നമ്മൾ പറയില്ലേ, നമ്മുടെ രാജ്യം പറഞ്ഞേക്കുന്ന കുട്ടികൾ, ജുവനൈൽസ്, അവരിലോട്ട് ഒരു രീതിയിലുള്ള കുറ്റവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അവർ ബ്ലെയിം ചെയ്യപ്പെടേണ്ടതല്ല. അവർ എന്തിൻ്റെ റിഫ്ലക്ഷനാണെന്നറിയോ? അവരുടെ ചുറ്റുമുള്ള ഫസ്റ്റ് സർക്കിളായ അവരുടെ പാരൻസ്, പിന്നെ അവരുടെ കസിൻസ് അല്ലെങ്കിൽ അങ്കിൾസ്, റിലേറ്റീവ്സ്, പിന്നെ അവരുടെ സുഹൃത്തുക്കൾ, ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസാണ്. എന്തെങ്കിലും രീതിയിലുള്ളൊരു ബാഡ് വൈബ് കിട്ടിയാലോ റോങ് ഗൈഡൻസ് കിട്ടിയാലോ അത് അവരിൽ പതിയും, അവർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അവരെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി മാറും. അത് ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം. ഞാനൊരു ഗ്രേറ്റ് പാരൻ്റാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ പഠിക്കുകയാണ്. കാര്യം അവിടുന്ന് ഒരുപാട് ട്രോമ അനുഭവിക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് നിറഞ്ഞൊരു കാലഘട്ടമാണത്. ഇപ്പോൾ എനിക്ക് 40 വയസ്സായി. 1985 ജനിച്ച ആളാണ്. എനിക്ക് ഒരു 2000 എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു.
അന്നുണ്ടായിരുന്ന ട്രോമയെക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ കുട്ടികളുടെ ട്രോമാസ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ആ ട്രോമാസ് അഡ്രസ്സ് ചെയ്യപ്പെടാതെ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കാനോ ഐ മീൻ മുത്തശ്ശിയോ മുത്തശ്ശനോ സംസാരിക്കാനോ ഇല്ലാത്ത കുട്ടികൾ നാച്ചുറലി ഇങ്ങനത്തെ ഉള്ള ഒരു അഭയങ്ങൾ കിട്ടുമ്പോൾ അവർക്കറിയില്ല. മനസ്സിലായോ? ഇങ്ങനത്തെ ലഹരികൾ അതിപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സോ കോൾഡ് ഡ്രഗ്സ് എന്നുള്ളതിനെ മാറ്റി നിർത്തി മദ്യം, സിഗരറ്റ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ച ആളാണ്, അറിയോ? അപ്പോൾ അതെന്തുകൊണ്ട് എനിക്ക് പറ്റി? കടയിൽ ചെന്നാൽ കാശ് കൊടുത്താൽ സിഗരറ്റ് കിട്ടും അല്ലേ? ഇന്ത്യയിലെ ലീഗലാണ്. അപ്പോൾ എനിക്കറിയോ 4ാം ക്ലാസ്സിൽ സിഗരറ്റ് വെച്ചാൽ ചീത്തയാണെന്ന്? ഇല്ല. മാഗസിൻ്റെ പുറത്തെ പരസ്യമായിരുന്നു എൻ്റെ ഇതിലോട്ടുള്ള അറ്റൻഷൻ. എൻ്റെ ഇപ്പോൾ പരസ്യങ്ങൾ പാടില്ല. 94 പരസ്യം പറ്റും. നാച്ചുറലി കുട്ടികൾക്ക് അറിയുമോ? അപ്പം അവരെ അത് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഇതിനൊരു ജെനുവിൻ ക്ലോഷറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് ഞാൻ ആളല്ല, എനിക്ക് അതിനുള്ള അധികാരമില്ല, അതിനുള്ള വിവരമില്ല. മേ ബി കുറച്ചും കൂടി അതിനെക്കുറിച്ച് സെൻസിബിളായിട്ടുള്ള ഒരു ബോർഡ് ഓഫ് ഗ്രൂപ്പ് വന്നിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരു റിവൈവൽ ആവശ്യമുണ്ടെന്ന് ഡിസ്കസ് ചെയ്യും. ഈ സിനിമ കുറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചു. പക്ഷേ അതിൽ കുഞ്ചോക്കോവൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സിനിമ നഷ്ടം എന്നുള്ള നിലയ്ക്കായിരുന്നു കണക്കുകൾ മാസം പുറത്തു വിടുന്ന രീതിയിൽ വന്നത്. അപ്പോൾ അതൊക്കെ വലിയ തരത്തിലുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന കണക്കുകൾ, അവിടെ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ ഈ സിനിമയെ ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ അതിനെക്കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയാൻ അസോസിയേഷൻ പ്രൊഡ്യൂസറിന് ഒരു റീസൺ ഉണ്ട്. 200-ൽ 199 ചലച്ചിത്രം കഴിഞ്ഞ വർഷം റിലീസായി. അതിൽ എനിക്ക് തോന്നുന്നു വിജയം അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് മുടക്കുമുതൽ തിരിച്ചു കിട്ടിയെന്ന് പറയുന്ന സിനിമകൾ 30-ൽ താഴെയാണ്. സോ അതെത്ര വരാം? ഒരു 15%. അപ്പോൾ 15% എന്നുള്ള കണക്ക് 10 to 15 എന്നുള്ളത് എനിക്ക് തോന്നുന്നു നസീർ സാറിൻ്റെ കാലം തൊട്ടേ അത്രേ ഉള്ളൂ. 10 to 15% ഉള്ളൊരു സക്സസ് റേഷ്യോ സിനിമയിൽ. അത് ചിലപ്പോൾ ആവറേജ്, ഞാൻ പറയുന്ന ആവറേജാണ്. അപ്പോൾ ചില വർഷങ്ങൾ 20 പോയിരിക്കും, ചിലതിൽ ഇപ്പോൾ 9-8 മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 199 ചലച്ചിത്രത്തിൽ 30 മാറിയേക്കും, ബാക്കി 169 ചലച്ചിത്രമുണ്ട്. ഈ 169 ചലച്ചിത്രങ്ങളിൽ അവർ പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം പ്രൊഡ്യൂസേഴ്സോ ഇവിടെ വന്നാൽ ഭയങ്കരമായ ഒരു പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിലൂടെ ഈ സിനിമയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തവരാണെന്ന് പറയുന്നു. വിച്ച് ഐ എഗ്രി. അത് ശരിയല്ല. കാര്യം സിനിമ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ഏത് ബിസിനസ് ചെയ്യുമ്പോഴോ അതിൻ്റെ വ്യക്തമായ അതിൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി എന്താണെന്നോ പഠിച്ചിട്ട് വരണം. കാര്യം ഇവരുടെ അടുത്താണ് ഈ കാശ് നഷ്ടം വന്നവർ പോയി സങ്കടം പറയുന്നത്. വീട് പോയവരുണ്ട്, കാറ് പോയവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, കടം കയറിയവരുണ്ട്. അപ്പോൾ അത് ശരിയാണ്, നമുക്കത് 100% അത് അങ്ങനെ സംഭവിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ എന്നാൽ കൂടിയും ഇങ്ങനത്തെ വിഷയങ്ങൾ കുറച്ചും കൂടി കണക്കുകൾ പുറത്തു വിടുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു കൊളാട്രൽ ഡാമേജിലോട്ട് പോകാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പ്രെഡിക്ഷൻസ് കേട്ടു. ഇപ്പം ഒരു തിയേറ്റർ ഓണറോട്ട് ഞാൻ സംസാരിച്ചു, ജൂൺ മാസത്തിൽ റിലീസില്ല എന്ന് പറയുന്നത് കേട്ടു. 100% അത് ഫുൾ പ്രൂഫ് ഡേറ്റ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് അതർ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലോട്ട് പോകുന്ന നല്ലൊരു ശതമാനം ടാക്സിനെ അത് ബാധിക്കുന്നില്ലേ? സിനിമ റിലീസാവുന്നതോടൊപ്പം ഓരോ ടിക്കറ്റിലും ടാക്സ് പോകുന്നുണ്ട്. നമ്മൾ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ടാക്സ് പോകുന്നുണ്ട്. ഇത് കോ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് പേര് അതിൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉള്ള എന്താ പറയുക താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നവർ ഉൾപ്പെടും. എന്നാൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താരങ്ങളുള്ള ഇൻഡസ്ട്രിയും കൂടിയാണ്. സോ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനെ അടച്ചാക്ഷേപിക്കുകയോ എന്നേക്കുമായി ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ സംഭവിക്കരുതെന്നുള്ളത് ആസ് എ പ്രവർത്തകൻ എൻ്റെ ജെനുവിൻ പ്രാർത്ഥനയാണ്. കാര്യം അല്ലെങ്കിൽ ഞാൻ വേറെ പണി നോക്കേണ്ടി വരും, ഞങ്ങളൊക്കെ വേറെ പണി നോക്കേണ്ടി വരും. അതിന് മടിയുണ്ടായിട്ടല്ല. ആയിരിക്കാം. അതെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം താങ്കളെ ഞാൻ ഡേറ്റ് ചോദിക്കാൻ വരുന്നത്, താങ്കൾ ഇത്രയും രൂപ പറയുന്നു, ഞാൻ മാറി നിർത്തി അളിയാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പം ഇതൊക്കെ സംസാരിച്ച് ഒരു മുറിയിലിരുന്ന് ഡീൽ ചെയ്യണം. അതിൽ 2 ആംഗിളില്ലേ ഞാൻ ചോദിക്കട്ടെ. ഇപ്പം പിടിക്കപ്പെട്ട് എന്ന് പറയുന്ന വ്യക്തികളുടെ ജീവിതം ഇതോടെ അപ്പം തീരണോ? അവർക്ക് ഇനിയൊരു സോഷ്യൽ ലൈഫ് പാടില്ലേ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അപ്പം നാച്ചുറലി അവർ അസോസിയേറ്റ് ചെയ്ത് അവരുടെ പടങ്ങളിൽ വർക്ക് ചെയ്തവരല്ലേ. അപ്പം ഇപ്പം ഞാൻ താങ്കൾ അല്ലെങ്കിൽ എന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എൻ്റെ അച്ഛനോ അമ്മയോ എന്നെ ഒഴിവാക്കും എന്നേക്ക് വഴി ഇല്ല. ഇപ്പം എനിക്ക് വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മളിപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതേപോലെ രസകരമായ ഇടയ്ക്കൊക്കെ വിനോദം എന്നാൽ
ഇവരെയൊക്കെ ചെറിയ ഞാൻ പറയില്ലേ ട്രോമാസ് ഉണ്ടാവാം, അത് ചിന്ത ചെയ്യുക. അല്ലെങ്കിൽ അതിനുള്ളൊരു ഇത് നമ്മൾ എന്നേക്കും വരെ ശിക്ഷ വിധിക്കുമ്പോൾ, ശിക്ഷ വേണ്ടെന്നല്ല, വിധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള സിസ്റ്റം കൂടെ വേണം. അത് എന്താ റീസൺ എന്താ പറയാൻ കാര്യം? അവരുടെ സിനിമ തിയേറ്ററിൽ ഓടുക, അപ്പം നാച്ചുറലി അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്താ വ്യക്തമാക്കുന്നതെന്ന് കുറച്ചും കൂടി പറയണം. പിന്തുണച്ച് എന്ത് പറഞ്ഞു? ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറില്ല. എന്ത് കമൻറ്റ്? ഓക്കെ. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഒരു മീഡിയ സപ്പോർട്ടൊന്നും ആരും പറഞ്ഞു കേട്ടില്ല അല്ലേ? താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.